ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു കളക്ഷനാണ്. അതിൻ്റെ പേരും അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഇൻട്രോ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കമൻറ്റും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലോട്ട് പോകാം. ഇതെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് മിൽക്കി ബാംബു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് ലക്കി ബാംബുവിൻ്റെ തന്നെ മിൽക്കി ബാംബു എന്നതിന് പറയുന്നത്. ഇതിങ്ങനെ വീടിൻ്റെ മുൻവശത്ത് കയറുന്ന വാതിൽക്കൽ ഇങ്ങനെ വെച്ചാൽ മുൻവശത്തെ വാതിലിൻ്റെ അവിടെ വെച്ചാൽ ഭാഗ്യം കൊണ്ട് തരുമെന്നൊക്കെയാണ് ഒരു വിശ്വാസം. എന്തൊക്കെയായാലും ശരി തന്നെ, വിശ്വാസമാണെങ്കിൽ പിന്നെ വിശ്വാസങ്ങൾ തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ ലക്കി ബാംബുവിൻ്റെ ഒരു ചെറിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ലക്കി ബാംബു അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് എനിക്കറിയത്തില്ല ഞാനെങ്ങനെ പറയുന്നത്. ഇത് ഗോൾഡൻ പോത്തോസ് മണി പ്ലാന്റിൻ്റെ തന്നെ വളരെ നല്ലൊരു വെറൈറ്റിയാണ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നൊരിതാണ് ഗോൾഡൻ പോത്തോസ് എന്നാണ് ഇതിനെ പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഗോൾഡൻ പോത്തോസ്. അത് കഴിഞ്ഞിട്ട് ഇത് ചൈന ഡോൾ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് മിക്ക സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ വലിയ വലിയ ഷോപ്പുകളിലും ജ്വല്ലറീസിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റീവ് പീസാണിത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് നാടുമുറ്റമൊക്കെ ഉള്ള വീടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ 1 ആയിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് ചൈന ഡോൾ എന്നാണ് പേര്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴത്തേക്കാണ് ബുഷി ആവുന്നത്. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഫേവറുള്ളൊരു പ്ലാന്റാണിത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേരറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. പിന്നീട് അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് ഫിഡിലി ഫിഗ്. ഇവിടെ വരുന്ന ചില അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട്, മോളെ ഇതെന്തുവാ, മോള് പ്ലാവ് കൊണ്ട് വീട്ടിൻ്റെ അകത്ത് വെച്ചേക്കുവാണോ മോളെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അറിയത്തില്ല. അപ്പം ഞാൻ പറയാം, അമ്മേ അത് അങ്ങനെയല്ല. ഇത് വന്നിട്ടൊരു ഇൻഡോർ പ്ലാന്റാണ്, ഫിഗ് വെറൈറ്റിയാണ്. ഞാനിത് മേടിച്ചിട്ട് ഏതാണ്ട് ഒരു 2.5-3 വർഷത്തോളമായി. അന്ന് മേടിക്കുമ്പോൾ ഒരു കുഞ്ഞു തൈയായിരുന്നു. കുഞ്ഞു തൈ മീൻസ് ഒരു ഒരടിയൊക്കെ പൊക്കമുള്ളൊരു തൈയായിരുന്നു. ഇതിപ്പം വലുതായി. ഇത് ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന് എങ്ങനെയാണ് ഒറ്റയടിക്കങ്ങ് വളർന്നങ്ങ് പോകുമായിരുന്നു. പിന്നെയാണ് ഞാനിങ്ങനെ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ നോക്കിയപ്പോഴാണ് പറയുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന അതേ കെയറൊക്കെ മതി. പക്ഷേ ആളിനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴത്തേക്കാണ് ഇതിന് ഇത്തിരി ഭംഗി ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ പ്രൂൺ ചെയ്തൊക്കെ നിർത്തി. പക്ഷേ ഇപ്പം ഞാൻ അധികം സൂക്ഷിക്കുന്നില്ല. അതാണ്ട് ഇച്ചിരി ഇവരൊക്കെ ഇത്തിരി ക്ഷീണിച്ച് നിൽക്കുകയാണ്. എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആയി. അപ്പോൾ ഇവരൊക്കെ ഇത്തിരി വിഷമത്തിലാണ്. ഇനിയിപ്പോൾ എന്തായാലും നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫിഡിലി ഫിഗ് എന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മളെ ഫിലോഡെൻഡ്രൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്കിങ്ങനെ ഔട്ട് സൈഡൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ വെയിൽ ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ്. ഇതങ്ങ് ആകെ ഇങ്ങ് നാശമായി പോയായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് വെച്ചൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പം 2 ദിവസം ആയിട്ടുള്ളൂ ഇതടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ ലീവ്സൊക്കെയാണ്. ഏതാണ്ട് ഇതാണ് പുതിയ നല്ല ലീവ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കളറിലിരിക്കും. ഞാൻ ഈ പുറത്ത് വെച്ചൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇത് വൺസ് അഗെയിൻ ചൈന ഡോളിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നീട് ഇത് ഗ്യാസ് ഊറ്റിയാണ്, പ്ലാന്റൊന്നുമല്ല. ഇതിവിടെ വെച്ചിരിക്കുന്നത് അകത്ത് കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഈ ഉപയോഗിക്കാത്ത നിറക്കുറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വയ്ക്കത്തുള്ളൂ. എനിക്ക് പേടിയാണ്. ആൾക്കാരൊക്കെ ചോദിക്കും ഇതെടുത്ത് ഇവിടെ വച്ചിരിക്കുന്നതെന്ന്. ഇവിടെ പിന്നെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സേഫായിട്ടുള്ളൊരു സ്പേസാണ്. നല്ല ആൾക്കാരാണ് ചുറ്റിനൊക്കെ താമസിക്കുന്നത്. വളരെ നല്ല സ്നേഹമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വെളിയിരിക്കുന്നതിലും വിഷമമൊന്നുമില്ല. ഇത് വന്നിട്ട് പീസ് ലില്ലിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതധികം ഞാനങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ഓൺലൈൻ പർച്ചേസ്, ആദ്യമായിട്ട് ഓൺലൈൻ പർച്ചേസാണിത്. അന്ന് ഇതിൻ്റെ ഒരു 2 ലീഫ് ഒരു 100 രൂപയായിട്ട് ക്രിസ് ബോട്ടിൽ ഗ്രാഫ് എന്നും പറഞ്ഞൊരു അങ്ങനെ ഒരു ചാനലിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇതിപ്പോൾ നല്ല ബുഷി ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്ലാന്റിൽ ഫ്ലവേഴ്സൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് പക്ഷേ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് ഫീൽ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ഇറങ്ങി വന്ന് നോക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഭയങ്കര ഫ്രഷ് ആവും. അതൊരു വല്ലാത്തൊരു മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രീ ആവുന്ന ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയർ. എന്താ പറയുക, എനിക്ക് പ്ലാന്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കെയർ ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അതിനുള്ള അത്രത്തോളം സമയമൊന്നും കിട്ടാറില്ല. ഇനിയിപ്പം
ഈ ഫുൾ ടൈം ഇതൊക്കെ തന്നെ ഫ്രീ ടൈമൊക്കെയാണ്, വെക്കേഷനൊക്കെ ആയല്ലോ, പിന്നെ കുഴപ്പമില്ല. ഇത് പീസ് ലില്ലി, സാധാ മോസ്റ്റ് മോഡേൺ എല്ലായിടവും കാണുന്ന കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പീസ് ലില്ലിയുടെ. എല്ലാവർക്കും അറിയാമല്ലോ പീസ് ലില്ലി, സാധാ പീസ് ലില്ലിയാണ് ഇത്. ഞാൻ ഇത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഒന്ന് ഇതൊന്ന് പോട്ടൊന്ന് മാറ്റി കൊടുക്കേണ്ട സമയമായി, അതുകൊണ്ടായിരിക്കണം ഒരു ക്ഷീണം ഉണ്ട് ആളിന്. പിന്നീട് ഇത് വന്നിട്ട് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി റെഡ് ലിപ്സ്റ്റിക്ക്. വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്ന് ആ സമയത്ത് എല്ലാവരും 10 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴത്തേക്കെല്ലാം നാശമായി പോയി. ഇനിയൊക്കെ എല്ലാവർക്കും ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരുവാണ്. ഞാനും റിക്കവർ ആവുന്ന, എൻ്റെ ഗാർഡനും ഒക്കെ ഒന്ന് റിക്കവർ ആക്കേണ്ട സമയമാണിത്. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്. ഇവർ പിന്നെ ഏത് സാഹചര്യവും അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സാണ് കേട്ടോ. ഇത് മണി പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്, കോമൺ ആയിട്ടുള്ള വെറൈറ്റി അല്ല. മഞ്ജുള പോത്തോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത്. മോസ്റ്റ് കോമൺ അല്ല, ഇത് മോസ്റ്റ് കോമൺ നേരത്തെ കാണിച്ചത് ഗോൾഡൻ പോത്തോസ്. ഇത് വന്നിട്ട് മണി പ്ലാന്റിൻ്റെ മഞ്ജുള പോത്തോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറുള്ളൊരു പ്ലാന്റാണ് ഇത്, ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. ബുഷിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്ലാന്റാണിത്. ഇത് മഞ്ജുള പോത്തോസ്. ഇത് വന്നിട്ട് മിൽക്കി ബാമ്പു എന്ന് പറയും. മിൽക്കി ബാമ്പു ഇതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. മിൽക്കി ബാമ്പു ഇത് നമ്മളിങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താൽ പൊങ്ങിപ്പോകും, എന്നിട്ട് അതിൽ പിടിച്ച് കെട്ടിക്കൊടുക്കണം. നല്ല രസമുള്ള പ്ലാന്റാണ് മിൽക്കി ബാമ്പു എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നീട് ഇത് മണി പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള എൻജോയ് പോത്തോസ് എന്ന് പറയും. ഇതും വളരെ നല്ലൊരു പ്ലാന്റാണ്, ഡെക്കറേറ്റീവ് പ്ലാന്റാണ്, നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. പക്ഷേ ഇതിനൊക്കെ ഗ്രോത്ത് വളരെ കുറേ സമയം വേണം ഒന്ന് വളർന്ന് കിട്ടാനായിട്ട്, സ്ലോ ഗ്രോത്താണ്. പിന്നെ ഇത് വന്നിട്ട് മഞ്ജുള പോത്തോസാണ്. പിന്നെ ഇത് വന്ന് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്, സ്പൈഡർ പ്ലാന്റ് എന്ന് പറയും, അതിൻ്റെ ഒരു വെറൈറ്റി. പിന്നീട് ഇത് മണി പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറയാം. ഇത് വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, മദർ പ്ലാന്റ് ഇങ്ങനെ കേടായിപ്പോയി, പിന്നെ അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇത് നമ്മുടെ CC പ്ലാന്റിൻ്റെ ബ്ലാക്കാണ്, CC പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത്. CC പ്ലാന്റ് ബ്ലാക്ക് വെറൈറ്റി. ഇത് CC പ്ലാന്റിൻ്റെ തന്നെ ഗ്രീന്, ഇത് മോസ്റ്റ് കോമൺ ആണ്. ഇത് മറ്റേ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, അതൊന്ന്. പിന്നീട് വന്നിട്ട് ഇതും CC പ്ലാന്റിൻ്റെ തന്നെ സാധാ കോമൺ വെറൈറ്റിയാണ്. ഇതാണ് ഇവരുടെ മദർ പ്ലാന്റ്, അത് ഇച്ചിരി ക്ഷയിച്ച് നിൽക്കുവാണ്. പിന്നീട് ഇത് മറ്റൊരു CC പ്ലാന്റ്. അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ.